വേണ്ട വേണ്ട, ഞാൻ പാല് കുടിക്കൽ നിർത്തി. നമ്മളിൽ ഭൂരിഭാഗം മലയാളികളും പാല്, മിൽക്ക് കുടിക്കാതിരിക്കുന്നതാണ് നല്ലത്. പാല് കുട്ടികൾക്കുള്ളതാണ്. നമ്മുടെ കുട്ടികൾക്കും പശുവിന്റെ കുട്ടിക്കും. പാലിലെ മധുരം തരുന്ന ലാക്ടോസ് ഷുഗറിനെ ഗ്ലൂക്കോസും ഗാലക്ടോസും ആക്കി മാറ്റി ദഹിപ്പിക്കുന്നത് ലാക്ടേസ് എന്ന എൻസൈമാണ്. 15 വയസ്സിന് മുകളിലുള്ള 4/3 മലയാളി അഡൽസിനും ലാക്ടോസ് ഷുഗറിനെ ദഹിപ്പിക്കാനുള്ള ലാക്ടേസ് എന്ന എൻസൈം ഇല്ല എന്നതാണ് സത്യം. അതാണ് ലാക്ടോസ് ഇൻടോളറൻസ്. ഹിന്ദിക്കാരായ നോർത്ത് വെസ്റ്റ് ഇന്ത്യൻസിൽ 70% പേർക്കും പാല് ദഹിക്കുമെങ്കിലും മലയാളികളായ 75% പേരും ലാക്ടോസ് ഇൻടോളറന്റ് ആണ്. അതായത് സൗത്ത് ഈസ്റ്റ് ഇന്ത്യൻസിൽ 4/3 പേർക്കും പാല് ദഹിപ്പിക്കാനൊക്കില്ല. നമ്മൾ പാല് കുടിച്ചാൽ അത് സ്റ്റൊമക്കിലെത്തും, പിന്നെ ദഹിക്കാതെ ചെറുകുടലിലെത്തും, പിന്നെ ദഹിക്കാതെ വൻകുടലിലെത്തും. അവിടെ വെച്ച് കോടാനുകോടി ഗട്ട് ബാക്ടീരിയകൾ ഇതിനെ കുറച്ചൊക്കെ ദഹിപ്പിക്കും. പക്ഷെ അതിന്റെ കൂടെ കുറെ ഗ്യാസ് ഉണ്ടാവും. കൂടാതെ വാട്ടർ റീറ്റെയിൻ ചെയ്ത് ചെറിയ ലൂസ് മോഷനും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരു 1.5 ഗ്ലാസ് പാല് ഒറ്റയടിക്ക് കുടിച്ചു നോക്കുക. ഒരു 2 മണിക്കൂറിനുള്ളിൽ അബ്ഡോമിനൽ ഡിസ്കംഫർട്ട്, വൈറൽ പ്രകമ്പനം, അമിതമായ ഗ്യാസ്, ഫ്ലാറ്റുലൻസ്, ബ്ലോട്ടിങ് ഇവയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പാല് കുടി നിർത്തി നോക്കുക. കട്ടൻ ചായ കുടിക്കുക. ലാക്ടോസ് ഷുഗർ കുറവായ തൈര്, മോര്, ഗീ, ബട്ടർ ഒക്കെ ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെ വയറിന്റെ ഭൂരിഭാഗം പ്രശ്നങ്ങളും മാറിയേക്കാം. വംശീയതയും കളർ ഷെയ്മിങ്ങുമാണെന്ന് കരുതരുത്. നിങ്ങൾ അറബ്സ്, യൂറോപ്യൻസുമായി ജനറ്റിക് മിക്സിംഗ് നടക്കാത്ത അല്പം ഇരുനിറമുള്ള ഒരു തനി മലയാളിയാണെങ്കിൽ പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഡെയിലി ഒരു 1/2 ഗ്ലാസ്സിൽ കൂടുതൽ പാല് ദഹിപ്പിക്കാനൊക്കില്ല. അപ്പോൾ ഒരു 2 ഗ്ലാസ് പാല് ഒറ്റയടിക്ക് കുടിച്ചിട്ട് ഒരു 2 മണിക്കൂറിനുള്ളിൽ വാഷ്റൂമിലേക്ക് ഓടാത്ത ഒരു മലയാളിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിവിടെ എതിർ കമന്റ് ഇടാം.